നമസ്കാരം, ഞാൻ ഡോക്ടർ സരിത പ്രേം, അമൃത സുരഭി ആയുർവേദ ഹോസ്പിറ്റൽ. ലഹരി എവിടെ തിരിഞ്ഞാലും ലഹരി എന്നൊരൊറ്റ വാക്കാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്, അല്ലെ? ഓരോ ദിവസവും നമ്മൾ ഉണരുമ്പോഴും നമ്മൾ കേൾക്കുന്ന പുതിയ പുതിയ വളരെ ഞെട്ടിക്കുന്ന വാർത്തകൾ. അപ്പൊ എല്ലാം ചെന്നെത്തുന്ന ഒരു ലഹരി ഉപയോഗത്തിലാണ്. അപ്പൊ ഞാൻ മുമ്പും ലഹരിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ലഹരി ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ദോഷവശങ്ങൾ എന്താണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്, കുട്ടികളിലെ ലഹരി ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്കിൽ കൂടിയും എനിക്ക് ഇങ്ങനത്തെ കുറെ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ സമൂഹം എത്രത്തോളം ഈ ഒരു ലഹരികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു, അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ തന്നെ അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. കാരണം ലഹരികൾ ജസ്റ്റ് ഒരു ടൈം പാസിന് എടുക്കുന്നവരാണ് കൂടുതൽ പേരും. ആദ്യം ഒരു ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ട്. അപ്പൊ ഒരു ടൈം പാസിന് എടുത്തു തുടങ്ങും, പിന്നെ അത് സീരിയസ് ആവും, പിന്നെ അത് പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇടയാക്കും. പിന്നെ ഈ ആളുകളെ തന്നെ ഫോക്കസ് ചെയ്ത് ഒരു മാഫിയ സംഘം തന്നെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു വാസ്തവം. അപ്പൊ ഈ ലഹരികൾ ഇത്രയും എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കൂടുന്നു? ഇത്രയും സാക്ഷരത ഉള്ള നമ്മുടെ കേരളത്തിന് ഇത്ര മോശമായ ഒരു ലെവൽ എങ്ങനെ എത്തി, അല്ലെ? ഇന്ന് 100% ലിറ്ററസി ഉള്ള കേരളത്തിനെ പലരും പുച്ഛത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കാരണം പല രീതിയിലുള്ള മാഫിയ സംഘങ്ങളെ വളർത്തുകയാണ് നമ്മുടെ സമൂഹത്തിൽ പലരും. ഓക്കെ, അപ്പൊ നമ്മുടെ കൊച്ചു മക്കളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബലിയാടാവുന്നത് എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. ഇനിയെങ്കിലും അത് നിങ്ങൾ കണ്ണു തുറന്ന് മനസ്സിലാക്കുക. കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു ലഹരികൾക്ക് അടിമപ്പെടുന്നത്? അതിൽ ഒരുപാട് പങ്ക് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. വീട്ടിലുള്ള ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം, അല്ലെ വീട്ടിലുള്ള ആളുകളുടെ റോള് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സമൂഹത്തിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പെരുമാറ്റ രീതി, അല്ലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സ്പേസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് മിക്ക ഫാമിലിയും ന്യൂക്ലിയർ ഫാമിലിയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബങ്ങളായിരുന്നു. കൂട്ടുകുടുംബങ്ങളാകുമ്പോൾ എല്ലാവരുമായിട്ട് ഒന്നിച്ചുള്ള ഒരുപാട് മോമെന്റ്സ് അവർക്ക് കിട്ടാറുണ്ട്. കാരണം അവർക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒന്നിച്ച് കളി പറയുക, കളിക്കുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് പൊതുവെയുള്ള ഈ ഔട്ട്ഡോർ ഗെയിംസ് ഒന്നും അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പോയി കഴിഞ്ഞാൽ ക്രിക്കറ്റ് അങ്ങനത്തെ ആ ഒരു ലെവലല്ലാണ്ട് കൊച്ചു കളികൾ നമ്മൾ പണ്ട് കളിച്ചിട്ടുള്ള കുഞ്ഞു കളികളൊന്നും ഇവർക്ക് അറിയില്ല. അപ്പം അതൊക്കെ വിട്ട് ഇപ്പൊ കൂടുതലും ഇവർക്ക് ഇഷ്ടം സ്കൂൾ കഴിഞ്ഞ് വന്ന ഉടനെ ഇവർക്ക് മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ TV-യിൽ യൂട്യൂബ് ചാനൽസിൽ ഓരോന്ന് കാണുക എന്നുള്ള ഒരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷൻ തന്നെ കുഞ്ഞുങ്ങളെ പല രീതിയിലുള്ള മെന്റൽ അഗണിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. കാരണം എക്സ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കൂടിയത് നമ്മുടെ ഈ കോവിഡിന്റെ ഒരു പീരീഡ് ശേഷമായിരുന്നു. കാരണം ഇവർക്ക് അതിന്റെ എക്സ്പോഷർ വേണമായിരുന്നു. ഇവർക്ക് ഓൺലൈൻ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സംബന്ധമായിട്ട് പേരൻസ് കൂടുതൽ ഇവർക്ക് ഫോൺ കൊടുക്കുന്ന ഒരു ലെവലായി. അപ്പൊ അതിനുശേഷം കുട്ടികൾ കൂടുതൽ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഏതൊരു ഹൈഫൈ ഫോൺ ആണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഫൈൻ, അത് നല്ലൊരു കഴിവാണ്. പക്ഷെ അതിനൊരു നെഗറ്റീവ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നു പലതരത്തിലുള്ള ഗെയിംസ്. അപ്പം ഇത് ഫോക്കസ് ചെയ്യുന്നത് ഏത് വീട്ടിലാണോ, അല്ലെങ്കിൽ ഏത് കുട്ടിക്കാണോ ഇത്രത്തോളം ഇഷ്യൂ ഉള്ളതെന്ന് നമ്മൾ പോലും അറിയാൻ നമ്മളെ നിരീക്ഷിക്കുന്ന ഒരുപാട് പേര് കാണും. അപ്പൊ അങ്ങനെയുള്ള സംഘങ്ങളായിരിക്കും പലപ്പോഴും ഈ കുട്ടിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് അവനൊരു വലിയ ഫ്രീഡം വേൾഡിലേക്ക് എത്തിച്ചു തരാമെന്നുള്ളൊരു വേർഡ്സ് കൊണ്ടുവന്നിട്ട് അവനെ അതിലേക്ക് ഒരു അംഗമാക്കി എടുക്കുന്നതായിട്ട് നമുക്ക് അറിയാം. അപ്പൊ എനിക്ക് തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വന്ന എൻ്റെ പേഷ്യൻസ്, അവരോട് ഞാൻ ടീച്ചേഴ്സ് ഉണ്ടാവും, ലെക്ചറേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരോടൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, കുട്ടികൾ എങ്ങനെയാണ്, അവരുടെ ഒരു സ്റ്റാറ്റസ് ലെവൽ എങ്ങനെയാണ്, പഠിപ്പിക്കുന്ന മുമ്പ് എന്താണ് തോന്നുന്നത്. എനിക്ക് വളരെ അതിശയം തോന്നി അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ. ഡോക്ടറെ, കുട്ടികളെ ഞങ്ങൾക്ക് പേടിയാണ്. നമ്മളുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ചിരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്യാപകരെ ഭയന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അധ്യാപകർ കുട്ടികളെ ഭയക്കുന്ന കാലമാണ്. കുട്ടികളെ പേടിയാണ്. കാരണം നമുക്ക് ക്ലാസ്സിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾക്ക് ഭീഷണിയാണ് വരുന്നത്. ആ ലെവലെത്തി നമ്മളുടെ ഒരു വിദ്യാഭ്യാസ രീതി, അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തിലെ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്. ഇതിന് ഒരുപാട് പങ്കുവയ്ക്കുന്നവ ഒന്ന് ഞാൻ പറയാം, സിനിമ തന്നെയാണ്. കാരണം ഇപ്പൊ ഫിലിംസിൽ പണ്ടുള്ള ഒരു ഫിലിംസിനെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഫിലിംസിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് എങ്ങനെ ഒരു ന്യൂ ടെക്നിക്സ് ഓഫ് റോബറീസ്, അതായത് മോഷണത്തിന്റെ പുതിയ ടെക്നിക്സ്, പിന്നെ കൊലപാതകങ്ങൾ, അതേപോലെ തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ, പിന്നെ ഓരോ രീതിയിൽ
എബ്രോഡ് ആയാലും ഹോസ്റ്റൽസിൽ താമസിക്കുമ്പോൾ അവിടെ കാണിക്കാൻ പറ്റുന്ന തോന്നിയവാസങ്ങൾ എല്ലാം നമ്മുടെ ഫിലിംസിൽ കാണിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട് ഇവര് സ്വയം ഒരു ഹീറോ ആയിട്ട് സങ്കല്പിച്ച് ഇവരിതിനെയൊക്കെ ആറ്റിറ്റ്യൂഡായിട്ട് ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഇവരിതിനെ ബിൽഡപ്പ് ചെയ്തെടുക്കും. എന്നിട്ട് ഇവരിതിനെ ആക്ട് ചെയ്യും, ഇവരിതിനെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കൊടുക്കും. അതൊരു ഫിലിമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കാണ്ട് ഇതിനെയൊക്കെ ലൈഫിൽ ഇവരൊരു ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് ഇതിന് ഏറ്റവും ഒരു റോൾ എന്ന് പറയുന്നത് ഫിലിംസിന് തന്നെയാണ്. ഫിലിംസ് മാത്രമല്ല, അതേപോലത്തെ ഓരോരോ പിക്ചറൈസേഷൻസും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിൽ തന്നെയാണെങ്കിലും എപ്പോഴും ഒരു എന്താ പറയുക, ഒരു പേടിപ്പിക്കുന്ന ഒരു ചിട്ടയല്ലാതെ കുട്ടികളെ ഒരു ലവബിൾ അറ്റ്മോസ്ഫിയറിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം സ്കൂളുകളിൽ. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വീടുകളിൽ. കാരണം വീട്ടിൽ ഇപ്പം അച്ഛനും അമ്മയും ഒക്കെ വർക്കിംഗ് ആയിരിക്കും, അവരൊക്കെ ഫുൾ ടൈം ബിസിയാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവരുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ അച്ഛനും അമ്മയും ഒന്നും അടുത്തുണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും ഫുഡ് എടുത്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ വർക്കിന് പോകും, അല്ലെങ്കിൽ അവർക്ക് എന്താണ്, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നൊന്നും നോക്കാനായിട്ട് ആർക്കും സമയമില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇവര് ഫ്രീഡം എന്താണ്, അല്ലെങ്കിൽ ഇവർ പ്രോബ്ലം ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾ എവിടെയാണുള്ളത് ഇവർ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇവര് നോർമലി പേരൻസിനടുക്ക് ഒന്നും പറയാത്തൊരു ലെവലിലേക്ക് ഇവരെത്തും. കുട്ടികളുടെ സൈക്കോളജി പറയുമ്പോൾ അവർക്ക് പേടിയുണ്ടാവും പേരൻസിനോട് പറയും. അപ്പൊ പക്ഷെ അവർക്ക് മറ്റൊരു സെക്യൂർ ഫീൽഡ് അവർ കണ്ടുപിടിച്ചിരിക്കും ഇത് പറയാനായിട്ട്. അപ്പൊ എന്ത് കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം സ്കൂളിൽ എന്ത് ഇവന്റ് ആണെന്നോ, എന്ത് ടീച്ചേഴ്സ് എന്തൊക്കെ പറഞ്ഞു പോലെ ഇന്ന് എന്തൊക്കെയായിരുന്നു വിഷയങ്ങൾ പറയണം, നമുക്ക് കുറച്ച് സമയം, ഒരു ഹാഫ് ആൻ അവർ ടു 1 hour എങ്കിലും കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാനും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ അച്ഛനമ്മമാർ ശ്രമിക്കണം. ഇന്നത്തെ ലോകം എന്താണെന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇല്ലാത്ത പക്ഷം നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരും നമ്മുടെ കുട്ടികൾ. അപ്പൊ സമൂഹത്തിൽ ഇത്രത്തോളം വയലന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രത്തോളം യുവതലമുറകൾ ഇറങ്ങുണ്ടാവുന്ന നമ്മുടെ ഈ ലഹരി ഉപയോഗമാണ്. ലഹരി നിങ്ങൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ഒരു മദ്യത്തിലോ അല്ലെങ്കിൽ ഒരു പുകവലിയോ എന്ന് മാത്രം കേട്ടിട്ടുള്ള നമ്മുടെ സമൂഹം ഇന്ന് നിരവധി സിന്തറ്റിക് ഡ്രഗ്സ് ആണ് ഉപയോഗത്തിലുള്ളത്. അത് പലപ്പോഴും വെളി രാജ്യങ്ങൾ അല്ലെങ്കിൽ അബ്രോഡിൽ നിന്ന് വന്ന് നമ്മുടെ ഇന്ത്യയെ തന്നെ ഫോക്കസ് ചെയ്ത് പല ആളുകൾ വഴി പല സ്കൂളുകളിൽ തന്നെ പലരെയും ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇത് പല തലമുറകളിലേക്ക് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലഹരി എന്താണ്, അല്ലെ ലഹരിയുടെ ഒരു മെയിൻ ഫാക്ട് എന്താണ് അത് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. നമ്മുടെ തലച്ചോറ് വളരെ ഭംഗിയായിട്ട് നല്ല കൃത്യമായിട്ട് നമ്മളെ ഓരോ കാര്യത്തിൽ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലഹരികൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ തലച്ചോറിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു, തെറ്റായ കമാൻഡ്സ് കൊടുത്തിട്ട് അതിനെ ഒരു തെറ്റായ രീതിയിൽ നയിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതൊരു ചെറിയ രീതിയിൽ ഈവൻ ഒരു തവണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഒരിക്കലും അത് ചെയ്യരുത്. കാരണം ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതൊന്നിൽ നിർത്തില്ല, അത് മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ലെവലിലെത്തും. ഇത് ക്രമേണ നിങ്ങളുടെ ആരോഗ്യത്തിന് നശിപ്പിച്ച് മരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, പലപ്പോഴും നിങ്ങളുടെ കുടുംബങ്ങളിലകത്ത് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ തന്നെ നിങ്ങളൊരു ഒരു വളരെ ക്രിമിനൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ഒരാളായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ പേരൻസ് മാക്സിമം കുട്ടികൾക്ക് ഒരു 1 hour എങ്കിലും അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനും അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാനുള്ള ഒരു ലെവൽ നിങ്ങൾ എത്തിക്കണം. ഒരിക്കലും നിങ്ങളുടെ ബിസി സ്കെഡ്യൂൾസിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന ചില ആ ഒരു അഫെക്ഷൻസിനെയോ നിങ്ങൾ നിരസിക്കാനായിട്ട് പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഏറെക്കുറെ നമുക്ക് ഈ ഒരു ലഹരി ഉപയോഗത്തിനെയും ഇതേപോലെ നമ്മുടെ കുട്ടികൾ വയലന്റ് ആവുന്നതിനെയും തടയാനായിട്ട് സഹായിക്കും. അപ്പൊ എല്ലാവരിലേക്കുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.